ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ താരം ലാലേട്ടൻ്റെ പിറന്നാൾ സുദിനമാണ്. 66-ാം പിറന്നാൾ. നമ്മൾ രാവിലെ ജനം ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം, ജനം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മധുരത്തിൻ്റെ ദിവസം കൂടിയാണ്. കാരണം പ്രേക്ഷകർക്കായി ചില സസ്പെൻസ് കൂടി നമ്മൾ ഈ ഒരു വേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആ അനർഘ നിമിഷം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും എന്ന് നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു. അതിനുള്ള സമയമായി കഴിഞ്ഞു. അശ്വതി കെ വാതുക്കൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഒപ്പം പ്രിയപ്പെട്ട അതിഥികളും നമ്മോടൊപ്പം ചേരുകയാണ്. അശ്വതി കെ വാതുക്കലിനെ നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 4-15 നമ്മളെ വിസ്മയിപ്പിച്ചും അഭിനയിച്ചും ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ ആ മഹാനടന്റെ 6-ാം തമ്പുരാന്റെ അഭിനയ കുലപതിയുടെ പിറന്നാളാണിന്ന്. അപ്പോൾ നമുക്ക് ജനം ടി വിയുടെ വക ലാലേട്ടനൊരു വലിയ സർപ്രൈസ് കൊടുത്താലോ? എന്നോടൊപ്പം ഉള്ളത് ലാലേട്ടന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലെ തിരനോട്ടം സിനിമയിലെ ഡയറക്ടർ അശോക് സാർ, ഒപ്പം ചിപ്പി രഞ്ജിത്ത് സാർ. ആമുഖങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ആവശ്യമില്ല. മേനക മാം, ഞങ്ങളുടെ ജനത്തിന്റെ സ്വന്തം കുടുംബാംഗമാണ്. സുരേഷ് സാർ, ഒപ്പം ഒരുപാട് അതിഥികളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സർപ്രൈസ് അല്ല, ലാലേട്ടൻ അല്പസമയത്തിനകം തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. നമുക്ക് ന്യൂസ് ഫ്ലോറിലേക്ക് പോയാലോ സർ? ഇങ്ങോട്ട് സാർ, ആദ്യമായി ലാലേട്ടനെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഉറ്റ സുഹൃത്തുക്കളാണ്. അതായത് പഴയ ലാലുവിൽ നിന്ന് ഇപ്പോൾ ഈ താര വാല്യൂ ഒക്കെ മാറിയിട്ടും അദ്ദേഹം സൗഹൃദം ഇങ്ങനെ തുടരുകയാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എന്നും കഴിഞ്ഞ 10-55 കൊല്ലമായിട്ട് ഡെയിലി വിളിക്കാറുണ്ട്, കാണാൻ പറ്റുമെങ്കിൽ കാണാറുണ്ട്. ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു, ഇന്നലെയും വിളിച്ചിരുന്നു. പിറന്നാൾ ആശംസകളൊക്കെ അറിയിച്ചായിരുന്നു സർ? അതൊക്കെ രാവിലെ വിളിച്ചാൽ അറിയിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരുങ്ങുന്നുണ്ടെന്ന് ലാൽ സാർ അറിഞ്ഞിട്ടില്ലല്ലോ? എന്തായാലും അവനെ അറിഞ്ഞൂടാ, ഞങ്ങൾ ഇവിടെ വരുമെന്ന് എനിക്കറിഞ്ഞു. സുരേഷ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ സർപ്രൈസ് പൊളിച്ചോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വരുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. പിന്നെ നല്ല കാര്യമല്ലേ ലാലിന്റെ കാര്യത്തിന് ഞങ്ങളെല്ലാം കൂടെ. ഇപ്പം ഉണ്ണിയാണെങ്കിലും പിറന്നാൾക്കാരൻ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ലാലേട്ടൻ ഇതാ. നമസ്കാരം. നമസ്കാരം ലാൽ സാർ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. നാണി വിളിച്ചിരുന്നു, പടം അച്ഛാ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു. നാണി വിളിച്ചിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്, വിലാസൻ. പടം സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു. പടം ഞാൻ സിനിമ കണ്ടു, തിരക്കേടില്ല. ഞാൻ കണ്ടു. ഓൾ ടൈം ഹിറ്റ്. ആരൊക്കെ ഉണ്ട് നോക്കട്ടെ? അശോക്, സുരേഷ്, രഞ്ജിത്ത്, മേനക. ഷർട്ട് ഉഗ്രനായിരിക്കും, ഷർട്ട് സൂപ്പർ ഷർട്ട്. അതായത് ഇങ്ങനൊരു ഒരു വിചാരം ഉണ്ടായതിലും ഇങ്ങനെ വിളിക്കാൻ തോന്നിയതിലും ഒരുപാട് സന്തോഷം. നമ്മളൊരു ഒരുപാട് 2 മിനിറ്റ് അവിടെ നിൽക്കണം. നമ്മളൊരു ചെറിയ പരിപാടി ഉണ്ട്, ഒരു കേക്ക് കട്ടിംഗ് ഉണ്ട്. ആയിക്കോട്ടെ. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞതിന് പകരം മേനക മാമിന്റെ വക ഒരു സംസ്കൃത ശ്ലോകമായാലോ? ആയിക്കോട്ടെ, വെരി ഗുഡ്. പാടിക്കോളൂ. ജന്മദിനമിതം ഐ പ്രിയ സഖേ, ജന്മദിനമിതം ഐ പ്രിയ സഖേ, സന്തനോതു തേ സർവധാമുദം, സന്തനോതു തേ സർവധാമുദം. പ്രാർത്ഥയാമഹേ ഭവശതായുഷി, പ്രാർത്ഥയാമഹേ ഭവശതായുഷി. ഈശ്വര സദാ ത്വാംശ രക്ഷതു, ഈശ്വര സദാ ത്വാംശ രക്ഷതു. പുണ്യകർമ്മണാ കീർത്തിം അർജയ, പുണ്യകർമ്മണാ കീർത്തിം അർജയ. ജീവനം തവ ഭവതു സാർത്ഥകം, ജീവനം തവ ഭവതു സാർത്ഥകം. ജന്മദിനമിതം, ജന്മദിനമിതം, ജന്മദിനമിതം. രാകേഷിനെ എപ്പോഴാണ് കണ്ടത്? അങ്ങനെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. കാണാനല്ലേ? ഇതിൽ ഒരു കേക്ക് തരാൻ പറ്റില്ലല്ലേ? കേക്ക് കാണാൻ പറ്റില്ല. തരാം നിനക്ക്. അശോക്.
ഓ സന്തോഷം. ഇതാണ് ഏറ്റവും നല്ല ഒരു എന്താണ് ജന്മദിന സമ്മാനം. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഹൃദയപൂർവ്വം ലാലേട്ടന് പിറന്നാൾ ആശംസകൾ. ലാലേട്ടാ ലാലേട്ടാ ദാ, ആ, ആരും കൊടുക്കും. സുരേഷിന് തന്നെ കൊടുക്കും. അല്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചോളാം കേട്ടോ. ഓക്കെ ആരും തരുന്നില്ല. ലാലേട്ടാ പിറന്നാളായിട്ട് സദ്യയാണോ ഇന്ന് കഴിച്ചത്? എന്താണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ? ഒന്നും കഴിച്ചില്ല, കഴിക്കാൻ വന്നേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വലിയ സദ്യ ഇനി എന്ത് കഴിക്കാനാണ്? ഓ, വളരെ ഹൃദ്യമായ ഒരു ഉത്തരമായി പോയത്. പിന്നെ സിനിമ വലിയ സക്സസ്ഫുൾ സിനിമയാകുമ്പോൾ അത് ഒരു മധുരമായിട്ട് ഞങ്ങൾ കണക്കാക്കും. അയ്യോ, അത് ഭയങ്കര ഹിറ്റാണ്. നല്ല ഹിറ്റാണ്. ലാലേട്ടൻ സിനിമ കണ്ടവരൊക്കെയും ഒരേ സ്വരത്തിൽ പറയുന്നത് മനോഹരമാണ്, അതിമനോഹരമാണ് ദൃശ്യം 3 എന്നാണ്. താങ്ക് യു. അപ്പൊ ദൃശ്യം 4 എന്നാളിയാ. ചേട്ടാ, അത് ഞാൻ നേരത്തെ കന്നഡത്തില് സെൻസാറിന് വേണ്ടി കണ്ടായിരുന്നു. അടിപൊളി. ഓക്കെ ദൃശ്യം. ദൃശ്യം 3. അപ്പം ഓക്കെ, വളരെ സന്തോഷം. ലാലു, ജനം ടിവിയുടെ ഒരു വലിയ പിറന്നാൾ ആശംസ ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട്. എല്ലാവരും നിൽപ്പുണ്ട്, നമ്മുടെ എല്ലാ ക്രൂവും ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡിയോയ്ക്കകത്ത് എല്ലാ ക്രൂവും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട്, ജനം ടിവിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പ്രണാമം പ്രണാമം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജി, താങ്ക് യു. സജി, നിങ്ങൾ ഈ സിനിമ കാലഘട്ടത്തിലൊക്കെ ഒരു പ്രണയം പൂത്തുലഞ്ഞല്ലോ. ഇപ്പോൾ സഖിയാണ്, പ്രിയ സഖിയാണ്. അപ്പോൾ അതിന് ദൂതനായി മോഹൻലാൽ എത്തിയിട്ടുണ്ടോ എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ആയിരുന്നോ? അപ്പൊ എപ്പോഴും വീട്ടിലൊക്കെ വരുമ്പോ മാം എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അല്ല, പൂച്ചയ്ക്ക് ഒരു മുഖത്തി സമയത്ത് പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഈ ലാലിന് അല്ല ഈ സുരേഷിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. റോഡിലെ ഒരു സീനിലാണ്. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ഓ ശരി, പിന്നെ വിട്ടു, ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് ദൂരെ ഒരു കൂടുകൂട്ടം പടത്തിന് പാട്ടിന്റെ സീൻ, അതിന്റെ മോണ്ടേജ് ഷോട്ട്സ് ആണ്. അത് മുഴുവനും സുരേഷ് ഏട്ടൻ ലാലേട്ടനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് പാട്ടിൽ. ആഹാ, അപ്പൊ പ്രേക്ഷകർ അപ്പൊ പറയായിരുന്നു, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മറ്റോ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു 1980 തൊട്ട് 85 വരെയുള്ള എല്ലാ ഡയറി എൻ്റെ കയ്യിൽ വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും കോഷ്ടികളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ എന്ന് പറയുമ്പോൾ, ഓ അവൻ എല്ലാം പറഞ്ഞു അല്ലേ, ശരി ഓക്കെ. ദൂതാണോ ചെയ്തത് അതോ മുടക്കാനാണോ നോക്കിയത്? അതൊരു ചോദ്യമാണ്. ഇല്ല, ലാലിനെ അറിയാമായിരുന്നു. എല്ലാവർക്കും അറിയാം പപ്പിയും സുരേഷുമായിട്ടുള്ള ഇതെല്ലാം. ഭാഗ്യമില്ല, ഇതുപോലെ ഭാഗ്യമുള്ളൊരു സുരേഷിനെ സംബന്ധിച്ച് ഭാഗ്യമുള്ളൊരു കിട്ടുമോ ഒരാൾ? ഭാര്യയല്ല, കിട്ടില്ല. ഞാൻ പറയാം, ഞങ്ങളുടെ ഇവിടെ നമ്മുടെ കുടുംബം മോഹൻലാലിന്റെ പിറന്നാളാണ്. ഇപ്പൊ എന്റെ ലാലിന്റെ പിറന്നാൾ. വേറെ എന്തെങ്കിലും ചോദിക്കും, ലാലിനെ കുറിച്ച് ഞങ്ങള് ഒരു റാപ്പിഡ് ഫയർ ആയാലോ? ലാലേട്ടനെ പറ്റി പെട്ടെന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ആർക്കാണ് അറിയാന്ന് വെച്ചാൽ കൈ പൊക്കിക്കോ. ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആർക്കറിയാവുന്നേ? ലാലിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഭക്ഷണവും ഇഷ്ടമാണ്. ആവശ്യമില്ല, ഒരു തരി പോലും waste ആക്കില്ല. കാണാൻ ഒരു കലയാണ്. കരിവേപ്പില ഒഴിച്ച് എല്ലാം നല്ല ഭംഗിയായി. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലേറ്റ് പിന്നെ കഴുകേണ്ട കാര്യം പോലെ വൃത്തിയായിട്ട് കഴിക്കും. ഓക്കെ, ഇഷ്ടമുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇഷ്ടം ലാലേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്താകും നിങ്ങൾ സുഹൃത്തുക്കൾ ചെയ്യുന്ന കാര്യം? കള്ളം പറഞ്ഞാൽ വലിയ കാര്യം. കള്ളം പറഞ്ഞാൽ മതി, ദേഷ്യം. ചെറിയ കാര്യം. ഒരാൾ പറഞ്ഞ ദേഷ്യമേ ദേഷ്യം ഇല്ലാന്നാണ്. ചെറിയ കാര്യങ്ങൾ മതി ലാലിന് ദേഷ്യം. വലിയ കാര്യങ്ങളിലൊന്നും ദേഷ്യം പിടിക്കില്ല. അല്ല, ആര് പോയി കുറ്റം പറഞ്ഞാൽ അവൻ കേൾക്കത്തുമില്ല. അവൻ ആരെ അതാണ് അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ലോകത്ത് ഇന്ന് വരെ ഞാൻ പറയുന്ന കുറ്റം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോയി പറയുമ്പോൾ തന്നെ പറയാം എന്തിനാ. അപ്പോൾ ആ ഒരു അയാളുടെ ഇതിൻ്റെ ഈ വളർച്ചയുടെയൊക്കെ കാരണം എന്താണ്? അയാളുടെ ആ ഡെഡിക്കേഷനും ആരെയും കുറ്റം പറയാത്തൊക്കെയാണ് ആ ലാലിനെ സംഭവിച്ച്. അതൊരു ഭാഗ്യമാണ്. പിന്നെ ലാലിന് കൂട്ടുകാരാണ്. സുരേഷ് എന്ന് വെച്ചാൽ ജീവനാ. വഴക്കുണ്ടാക്കുമെങ്കിലും എന്നും അവർ വഴക്ക്. പക്ഷേ സുരേഷുമായിട്ട് അല്ല ഞാനീ പറയുന്നത്, ഞാൻ സുരേഷ്, പ്രിയന്, ഉണ്ണി, അപ്പം ഞങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ അങ്ങോട്ടൊരു പിണങ്ങിയിരിക്കുന്ന ഒരു കാലമില്ല. അടുത്ത ചോദ്യം അതായിരുന്നു, ഈ കൂട്ടത്തിൽ ആരെയാണ് ലാലേട്ടന് ഏറ്റവും ഇഷ്ടം? അങ്ങനെ എല്ലാവരും ഒരേപോലെ ഞങ്ങളൊക്കെ അടുത്ത സുഹൃത്തുക്കൾ.
അത് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വിഷമായി എല്ലാരും ഒരുപോലെ കാണുന്നത്. അത് സെറ്റിലായ ലൈറ്റ് ബോയ് ഉൾപ്പെടെ മുതൽ പ്രൊഡ്യൂസർ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യം കണ്ടുപിടിക്കാത്ത അവന്റെ ഏറ്റവും വലിയ മിടുക്ക്. അവൻ എല്ലാവരോടും അവൻ കാണിക്കുന്ന പണ്ട് തൊട്ടേ ഷൂട്ടിംഗ് സമയത്തേക്ക് ഒരു കസേരയിൽ ഇരിക്കുന്നതിന് പകരം വല്ല ഈ ലൈറ്റ് ബോയ്സ് അവരൊക്കെ ഉണ്ടല്ലോ അവരുടെ കൂടെ ഇങ്ങനെ തോളത്തി കൈയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ നിൽക്കത്തുള്ളൂ. ഭയങ്കര ഇതാണ്. അത് മാത്രമല്ല, ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ട്രാക്ക് ആൻഡ് ട്രോളി ഒന്ന് പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വരെ കൊടുക്കും. എന്തിനാ ഞാൻ അഭിനയിച്ച എങ്ങനെ നീ മറക്കില്ല പാട്ടിന് വരെ ലാലേട്ടനായിരുന്നു, ഷൂട്ടില്ലായിരുന്നു. അന്ന് മുഴുവൻ ലാലേട്ടൻ ഒന്ന് ക്ലാപ്പ് അടിക്കുമായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ഞാൻ തേനമ്പാമ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടിന്യൂറ്റി എഴുതാൻ എന്നെ പഠിപ്പിച്ചത് തന്നെ ലാലാണ്. അത് കൊള്ളാം കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ലാലേട്ടന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അതെ പറഞ്ഞു. അപ്പൊ നമുക്ക് സാർ ഇവരുടെ എല്ലാവരുടെയും ഒരു ലാലേട്ടനുമായി അടുത്ത് ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവം ചോദിച്ചാലോ? അതെങ്ങനെയായിരിക്കും? അല്ല അങ്ങനല്ല, ഇപ്പൊ ലാലുവായിട്ട് അനുഭവം അനുഭവം പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാ. ഒരു ദിവസം ഈ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ 1969 മുതൽ ഞങ്ങൾ സ്കൂള് മുതൽ തുടങ്ങിയാണ് ഞങ്ങൾ. ഇതിന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ തീരുമോ? സൈക്കിളിന് പിറകിലിരുന്ന് പോയി ഒരുമിച്ച് സിനിമ കാണുന്ന കാലമൊക്കെ. സൈക്കിൾ കഴിഞ്ഞ് മോട്ടോർ സൈക്കിൾ കഴിഞ്ഞ് കാറ്. അതായത് തിരുനോട്ടം എന്നുള്ള സിനിമ, ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ തിരുനോട്ടം, അതിന്റെ ഒരു അനുഭവം 1978 ആ ഒരു സിനിമ ഒരുപാട് പറഞ്ഞു ഞാൻ പറയാം. അതായത് ഈ ഒരു സമയത്ത് ഓർക്കുമ്പോൾ തിരുനോട്ടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി അത് തന്നെ പറഞ്ഞിട്ടേ. പിന്നെ ഈ തിരുനോട്ടം എന്നുള്ള സിനിമയല്ല ഞങ്ങളുടെ ബന്ധം. ഞാൻ എപ്പോഴും പറയും, ഈ തിരുനോട്ടം അത് വന്നു ചേർന്ന് തുടക്കം നിമിത്തമാണ്. ഈ ഇപ്പം ഞാനും ലാലും കൂടെ കോളേജ് പഠിക്കുന്നു, ഒരുമിച്ച് MG കോളേജിൽ പോകുന്നു, ഒരുമിച്ച് വരും, 4-5 ബസ്സിൽ കയറുന്നു, ഫുട്ബോൾ നടക്കുന്നു. ഇന്ന് ലാല് കാണിക്കുന്ന കുസൃതിയൊക്കെ അന്നേ കാണിച്ചുകൊണ്ടുണ്ട്, അന്നേ ഉണ്ട്. അപ്പോൾ അയാൾ പക്ഷെ അന്ന് പഠിക്കുമായിരുന്നു, മിടുക്കന, അസലായിട്ട് പഠിക്കുമായിരുന്നു, അസലായിട്ട് ക്രിക്കറ്റ്. സുരേഷ് ഞാൻ കോപ്പി അടിക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കാം, ഇയാളാണ് എഴുതി തരുന്നത്, തുണ്ടല്ല. പക്ഷേ സുരേഷ് സാറിന്റെ അത്ര പഠിപ്പില്ല, സുരേഷാണ് ഏറ്റവും മിടുക്കൻ. ശരി, നമുക്ക് രാകേഷ് സാറിനോട് തന്നെ ചോദിക്കാം, ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം. നമ്മളോട് ഭയങ്കര സ്നേഹവും എപ്പോഴും വല്ല വാത്സല്യത്തോടെയാണ് നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ അദ്ദേഹത്തോട് ഷോകളിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്തിട്ടില്ല. വളരെ ഞങ്ങൾക്ക് വളരെ ബഹുമാനവും സ്നേഹവും പറയുമ്പോൾ വലിയ സന്തോഷമുള്ള വ്യക്തിയാണ്. കുറച്ചുകൂടെ സീനിയർ ആണായതുകൊണ്ടാണ് പുള്ളി ഇവൻ ഞങ്ങൾക്ക് അവനാവും, അദ്ദേഹത്തിന് അതെ അളിയാന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. അതിന് അവകാശമുള്ള 4 പേർക്കേ ഉള്ളൂ. എനിക്ക് സ്റ്റുഡിയോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടെ ഇതായതുകൊണ്ട് സംസാരിക്കാൻ പറ്റും. നമ്മളെല്ലാവരും കേരളത്തിലുള്ളവർ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞതല്ല വിശേഷം. വെളിയിൽ ഇന്ത്യയിലുള്ള പല ഇതിലും ഔട്ട്സൈഡിലും ഒക്കെ ലാലേട്ടനെ കുറിച്ച് ഓരോ തെലുങ്കിലും കന്നഡത്തിലും എന്താണ് തമിഴിലൊക്കെ പറയണം. അവരൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്തൊരു പ്രൗഡാണെന്ന് അറിയാമോ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. സാറോട് ചോദിക്കാം, അത് പറഞ്ഞു അശ്വതി, ഈ തുടരുമെന്നുള്ള സിനിമയുടെ ആ ഒരു അനുഭവം, അതിന് മുകളിലായിട്ട് അതിനും എത്രയോ വർഷങ്ങളുടെ ഒരു ബന്ധമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഓർത്തെടുക്കുന്നത്? ശരിക്കും അല്ല, അത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിൽ കാണുന്ന ഏറ്റവും നല്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരാളെ പോലുള്ള ഒരു ചേട്ടനെ പോലെയാണ് നമ്മളൊക്കെ. എന്നോട് പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു വലിയൊരു അടുപ്പം കാണിക്കുകയും നമ്മളെ വളരെ കരുതലോടെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഈ തുടരുമ്പോൾ ഒരു വലിയ സിനിമ 12 വർഷം മുമ്പ് ഞങ്ങൾ കഥ പറഞ്ഞ് ചേട്ടൻ ഓക്കെ ആയിട്ട്, അത് എനിക്കെപ്പോൾ ഓക്കെ ആയിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുള്ള, എപ്പോഴും എനി ടൈം എന്തും ചെയ്യാൻ പറയുന്ന സ്വാതന്ത്ര്യം തരുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാത്ത കാര്യം എന്ന് വെച്ചാൽ, ഒരു ഷോ ഇങ്ങനെ പല ഷോയിലും കോർഡിനേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഷോ, ലണ്ടനിലുള്ളൊരു ഷോ, ചേട്ടനാണ് ആദ്യമായിട്ട് പറയുന്നത് ഈ ഷോ രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്താൽ മതി. അങ്ങനെ എന്നെ ആദ്യമായി ഒരു സംവിധായകനാക്കിയത് ചേട്ടനാണ്. പിന്നീട് സിനിമ സംവിധാനം ചെയ്യാൻ ഒരുപാട് ഷോസും വലിയ വലിയ ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമേ കണ്ടെത്തിയത് ചേട്ടനാണ്. ഒരു ആത്മവിശ്വാസം നൽകിയത്. കാരണം വെച്ചാൽ അത് ഓരോരുത്തരെയും ചേട്ടൻ വാച്ച് ചെയ്യും, അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന, പിന്നെ ഭയങ്കര സപ്പോർട്ടെന്ന് പറയുന്ന ജീവിതത്തിൽ തരുന്ന ഒരാളാണ്. അത് മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉള്ള ഒരാളാണ്. ഏത് പ്രയാസവും എപ്പോഴും എപ്പോൾ വിളിച്ചാലും കിട്ടും.
അങ്ങനെ ഒരാള് മലയാളത്തിന്റെ മഹാനടനാകുമ്പോൾ എനിക്കിത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. നമുക്കൊരു സ്വകാര്യമായ ഒരു അഹങ്കാരം ഉണ്ടാവൂലേ? അതെ, അതായത് ആ അതാണ് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമാണ് ചേട്ടൻ. അല്ലേ, ആ ഒരു തുടക്കം മുതലുള്ള അതേ ലാളിത്യം തന്നെയാണ് ഇപ്പോഴും ഇന്നും അല്ലേ? എപ്പോ എനി ടൈം നമ്മൾ എന്ത് ചോദിച്ചാലും പറയാനും ആരോട് ചോദിക്കാതെ കയറിച്ചേരാനുള്ള ഒരു തന്നിരിക്കുന്ന ഒരു അനുവാദമാണല്ലോ ഏറ്റവും വലിയ സ്നേഹം. അതെ അതെ. അതിനപ്പുറമില്ല, അത് അത്രമേലുണ്ട്. ചേട്ടനെ പറഞ്ഞ ഇവരൊക്കെ പറയുന്നതിനകത്ത് ഒരു അതിശോക്തിയല്ല. ഇത്രമാത്രം ലാളിത്യമുള്ള, ഇത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളുന്ന, ആളുകളെ മനസ്സിലാക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇന്ത്യയിൽ ഒരാളുണ്ടാവില്ല. അതാണ് മോഹൻലാൽ. ഭയങ്കര അതാണ് ലാൽ. അതുകൊണ്ട് നാഷണൽ അവാർഡ് കൊടുത്ത ആളാ ഉണ്ണി കിരീടം. അതെ, ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തുവല്ല. കരയിപ്പിച്ച ഒരു സീൻ അതേതായിരിക്കും? പറയാൻ എളുപ്പമായിരിക്കും. ലാലേട്ടൻ കരയിപ്പിച്ച സീൻ അതേതാണ്? കിരീടം ഉണ്ണി സാറിനെ. ലാലിനെ ജയിലിൽ വെച്ച് അച്ഛനായ അച്യുതൻ നായർ തല്ലുന്നൊരു സീക്വൻസ്, ജയിലിലിട്ട് സ്വന്തം മകനെ തല്ലുന്നൊരു സീക്വൻസ്. അതിലെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കരഞ്ഞുപോയി. അത്ര ലാലത് പെർഫോം ചെയ്യായിരുന്നില്ല, ശരിക്കും പറഞ്ഞത് ലാൽ അനുഭവിക്കുകയായിരുന്നു. അച്ഛൻ ആ വേദന മുഴുവനും മനസ്സിലടക്കി അത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ചിത്രമാണ്. സന്തോഷിപ്പിച്ചൊരു സീൻ കൂടി പറഞ്ഞ. സന്തോഷിപ്പിച്ച ആ സിനിമയിൽ അത് സന്തോഷിപ്പിച്ച സീനല്ല, സന്തോഷിപ്പിച്ചത് ലാലിൻ്റെ ഒരു വാക്കാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പാരിയുടെ സുഹൃത്താണ്. പാരിയും ലാലിൻ്റെ സഹോദരൻ പാരി ലാലും ഞാനുമായിട്ട് ഒന്നിച്ച് പഠിച്ചാണ്. ആ ബന്ധത്തിലാണ് ലാലുമായിട്ടുള്ള ഒരു അടുപ്പം വരുന്നത്. ലാല് സിനിമയിലെത്തിയതിന് ശേഷം ആണ് ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞിടത്താണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. അന്ന് മുതൽ അതാണ് കിരീടത്തിലേക്ക് എത്തപ്പെട്ട ഒരു സിനിമ. കിരീടം ഉണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു സിനിമയുടെ പേരിൽ എന്നെ അറിയപ്പെടുന്നു. അത് മാത്രമല്ല, ആ സിനിമയ്ക്ക് ലാലിനൊരു നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ്. ഞാൻ ഒരാളെ വിളിച്ചോട്ടെ ഇങ്ങോട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ വരണ്ട ഒരാളുണ്ടായിരുന്നു. വാമോളെ. അതായത് ഞങ്ങളുടെയൊക്കെ കൂടെയുള്ള സനലിന്റെ മകളാണ്. അത് ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗം കൂടിയാണ്. കാർത്തികാഞ്ജന, സുരേഷ് കുമാർ, സനൽകുമാർ. പൂച്ചക്കര മൂക്കൂത്തയുടെ സനലില്ലാത്തപ്പോ ആ കുട്ടി ഇവിടെ വരണ്ടേ? വേണ്ട സുരേഷ്, സനൽ സാറിന്റെ മകൾ പകരമായിട്ട് അവള് വാ മക്കളെ. പിന്നെ ഇതില്ല. അപ്പൊ കേക്ക് കഴിച്ചോ. അശ്വതി, അവളെ എപ്പോഴും പറയാറുണ്ട് ലാൽ അങ്കിളിനെ കുറിച്ച്. ഈ ഒരു സമയത്ത് അങ്കിളിനെ എങ്ങനെ ഓർക്കുന്നു? അച്ഛൻ പറഞ്ഞ ഒരുപാട് മെമ്മറീസ്. നമ്മൾ സിനിമ കാണും, സിനിമ ഭയങ്കര ഹിറ്റാണ്, നമുക്ക് ആ സിനിമയിലെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടാലും അത് കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന കുറേ മെമ്മറീസ് ഉണ്ട്. ആ രീതിയിൽ ഹിറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. പിന്നെ പേഴ്സണലി നല്ല മെമ്മറീസ് ഉണ്ട്. ഇവൻ വഴക്കിട്ടിട്ടുണ്ട്, അതും കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനും സല്ലും ഒരുമിച്ച് ലാലും ഒരേ കോളേജില് ഒരേ ക്ലാസ്സില് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച. അങ്ങനെ പഠിച്ചത് ഞാനിന്ന് ലാല് സല്ല് ഭയങ്കര മിടുക്കനായിരുന്നു പഠിക്കാൻ. പക്ഷേ അവൾ അങ്ങനെയല്ല എന്നാണ്. പക്ഷെ സനൽ എന്ന് പറയുന്നത് ലോകത്ത് സനൽ റിലേഷൻ എന്ന് പറയുന്നത് സുരേഷാണ്. ഇന്ന് ഞാൻ മോളെ ഇവിടെ വെച്ച് കണ്ടപ്പം അതിശയിച്ചെന്നറിയോ, ഒരു സമയത്ത് സനലിൻ്റെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ട് സുരേഷ്. ഇപ്പോൾ ആ സുരേഷ് ആ സനലിൻ്റെ മകൾ ഇവിടെ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ സത്യം ഐ ആം ഷോക്ക്ഡ്. അത് ഇത് ഫ്രണ്ട്ഷിപ്പ്. ഞാൻ പറയും മോഹൻലാലിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാം. കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും തയ്യാറാണ്. ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചില്ല വഴക്കുണ്ടാക്കി. ഈ വഴക്കെന്നല്ല, വഴക്കെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടേ ഇല്ല. പിണക്കങ്ങൾ വരും, പക്ഷെ വഴക്ക് ലാലുമായിട്ട് ലാലായതിന് തരില്ല ഞങ്ങൾക്ക്. ലാൽ ഇന്ന് വരെ ആരും ഞാൻ ലാൽ ആരെയും ഞാൻ നേരത്തെ വഴക്കുണ്ടാക്കിയിട്ടുമില്ല. ഈ സുരേഷോട്ട് പിണങ്ങത്തെ സുരേഷിനുള്ള സ്നേഹം കൊണ്ടാണ്. ഈ പിണക്കം ഇവിടെ വരുന്നു. സ്നേഹമുള്ള ഞാനാണ് ഏറ്റവും വഴക്കാളി. എന്നോട് സുരേഷ് വഴക്കുന്നത്. അപ്പൊ ഈ സൗഹൃദം തുടരുന്നതിന്റെ മാജിക് എന്താണ്? ആ രസതന്ത്രം എന്താണ്? എന്ത് പറയാൻ പറ്റും? മനസ്സിന്റെ ഐക്യമുണ്ട്, ഈഗോ ഇല്ല. യഥാർത്ഥ സൗഹൃദം പണ്ടത്തെ ലാല് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ. പണ്ടത്തെ ലാല് തന്നെയാണ് ഇപ്പോഴും. അതിൽ ഒരു വ്യത്യാസം, സ്നേഹത്തിൽ ഒരു വ്യത്യാസം. തിരുനോട്ടത്തേക്ക് വന്ന ഇപ്പോഴത്തെ സൂപ്പർ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, സൂപ്പർ ഡയറക്ടർ പ്രിയദർശൻ, സൂപ്പർ സ്റ്റാർ മോഹൻലാൽ,
അപ്പോൾ അവരൊക്കെ അന്ന് വന്നവരൊക്കെ തന്നെയാണ് സൂപ്പർ സ്റ്റാറായി ഇപ്പോഴും നിൽക്കുന്നത്. 45 കൊല്ലമായിട്ട് ഇന്നും പ്രിയനും ലാലും സുരേഷും ഒക്കെ 48 കൊല്ലമാണ്. 48 കൊല്ലം. അപ്പോൾ അവരാണ് ഇന്നും സിനിമ ഭരിക്കുന്നത്. ഈ സുരേഷും പ്രിയനും ലാലുമാണ്. ഒന്ന് അതിശയിച്ച് ചോദിക്കുക. ശ്രീകുട്ടൻ ഞങ്ങളുടെ അവിടെ വന്ന് എം ജി ശ്രീകുമാർ. അപ്പം ഞാൻ പറയാം അതൊരു ഭാഗ്യമില്ല. ഇത്രയും 48 കൊല്ലമായിട്ട് ഇൻഡസ്ട്രി ഇപ്പോഴും അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. അതിൻ്റെ കാരണം അവർ തമ്മിലുള്ള ബന്ധങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മോഹൻലാൽ വലുതായാലും ആർക്കും അങ്ങോട്ട് അസൂയ എന്ന് പറഞ്ഞൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയോ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം ലാൽ അവൻ ഇന്ന് വന്നതിൻ്റെ കാര്യം തന്നെയാണ്, ഞങ്ങളെ കാണാനാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനും സുരേഷും ഉണ്ണി എന്നൊക്കെ പറയുമ്പം നാച്ചുറലി ലാൽ വന്നേ പറ്റൂ. ഇനി വന്നില്ലെങ്കിലോ അപ്പം അറിയാൻ പറ്റും. നല്ല പച്ച ഞങ്ങളങ്ങോട്ട് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചിട്ട് നല്ല തെറിയും വിളിക്കും. അപ്പം പറയാം അളിയാ അങ്ങനെയാണെങ്കിൽ ഒരു കഥയില്ല, വന്നേ പറ്റൂ. അപ്പൊ സമ്മതിച്ചേ പറ്റൂല്ലേ? അങ്ങനെ വന്നേ പറ്റൂ. ലാല് ഞങ്ങളുടെ അടുത്ത് ലാല് വന്നേ പറ്റൂ. ഇനി എത്ര വലുതായാലും വന്നേ പറ്റൂ. എത്ര വലുതായാലും വന്നേ. നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു ബന്ധമുണ്ട് ഞങ്ങൾക്ക്. സൗഹൃദത്തിന് കണ്ണ് തട്ടാതിരിക്കട്ടെ സാറ് പറഞ്ഞോളൂ. കണ്ണ് ഇതൊരിക്കലും കണ്ണം തട്ടില്ല. ഞങ്ങൾ വിചാരിക്കുന്ന കണ്ണ് ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ ഒരിക്കലും കണ്ടുവിട്ടില്ല. അങ്ങനെയുള്ള ബന്ധമല്ലല്ലോ ഇതിപ്പോ. മോഹൻലാലിനോട് സൂപ്പർ സ്റ്റാറിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ട് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ അവനെ കാണുന്ന ലാലുവിനെ അറിയുള്ളൂ. ഈ ലാലു എന്ന് വിളിക്കാൻ അധികാരം എത്ര പേർക്കുണ്ട്? ഞങ്ങൾക്ക് 2 പേർക്കേ ഉള്ളൂ. വേറെ ആരും ലാലു എന്ന് വിളിക്കത്തില്ല. 3 പേര് 4 പേരേ ഉള്ളൂ. വേറെ ആരും ഇടാപോടാന്ന് മോഹൻലാലിനെ വിളിക്കുമോ? നന്നായിരിക്കും. പക്ഷെ അവൻ ഞങ്ങളെ ഇടാപെടാന്ന് വിളിക്കുമ്പോൾ വേറെ ഒക്കെ വിളിക്കും ഞങ്ങളെ. അത് ഞങ്ങൾ കേൾക്കും. ഞാൻ പറയും അത്ര ഇപ്പം ലാലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ സംസാരിച്ചാലും തീരില്ല. ഞങ്ങളുടെയൊക്കെ കോടമ്പക്കത്ത് മദ്രാസിൽ പോയി കിടന്ന് അനുഭവിച്ച വിഷമങ്ങളും ഒക്കെ ഇവനെയും കൊണ്ട് കള്ളട്രെയിൻ കയറിയിട്ടില്ലല്ലോ. ഇല്ലേ? വർഷം കഴിഞ്ഞ് 25-ാം വർഷം ആഘോഷിച്ചല്ലേ ഗംഭീരമായിരുന്നു ട്രിവാൻഡ്രത്ത്. അതുപോലെ 50 ഗംഭീരമാക്കണം. 2028. അപ്പം എല്ലാവർക്കും വളരെ വളരെ ഒന്നുകൂടെ ലാലിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും നേരുന്നു. ദീർഘായുസ് വരട്ടെ. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലാലിന് വരട്ടെ.